നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1199 മീനമാസം 31 ശനിയാഴ്ച ഉദയാൽപരം 36 നാഴികയും 52 വിനാഴികയ്ക്ക് 2024 ഏപ്രിൽ മാസം 13 ശനിയാഴ്ച രാത്രി 9 മണി 4 മിനിറ്റിന് മകീരം നക്ഷത്രം 4-ാം പാദവും ശുക്ലപക്ഷത്തിൽ ഷഷ്ടി തിഥിയിൽ വരാഹകരണവും ശോഭനാനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ സമയത്തിൽ വൃശ്ചിക രാശി ഉദയ സമയം കൊണ്ട് മേഷവിഷു സംക്രമം. ഞായറാഴ്ച പുലർച്ചെ 4:45 മുതൽ 5:45 വരെയുള്ളതായിരിക്കുന്ന സമയം കണി കാണുവാനും കൈനേട്ടങ്ങൾക്കും ഉത്തമമായിരിക്കുന്ന സമയമാണ്. സംക്രമ പുരുഷൻ സ്ഥിതയാകയാൽ അല്പവൃഷ്ടിയാണ് ഫലമായിട്ട് പറയുന്നത്. പൊതുവെ മണ്ഡലം വായുമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ രാജഭയവും കൊടുങ്കാറ്റും സ്വൽപ്പവർഷവുമെല്ലാം തന്നെ ഈ വർഷത്തിൽ ഫലമായിട്ട് പറയുന്നുണ്ട്. സ്വൽപ്പവൃഷ്ടി, രാജയുദ്ധം, വായുകോപസ്ഥ മണ്ഡലം എന്നുള്ളതായിരിക്കുന്ന പ്രമാണമനുസരിച്ച് തന്നെ ഈ വർഷത്തിൽ പൊതുവെ വർഷക്കുറവ് ഉണ്ടായേക്കാം. വായുകോപം നിമിത്തമായിട്ടുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾക്കും ഇടകാണുന്നുണ്ട്. രാജ്യത്തിൽ പല ഭാഗത്തിലായിട്ട് ദാരിദ്ര്യ, ദുഃഖം, കൃഷിനാശം, നാൽക്കാലി നാശം തുടങ്ങിയ വിഷമതകളും അനുഭവത്തിൽ വരുന്നതാണ്. പൊതുവിൽ ഗമനം ഉത്തര ദിക്കിലേക്കായതുകൊണ്ട് തന്നെ വടക്ക് ദിക്കിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക്, രാജ്യത്തിൻ്റെ വടക്ക് ദിക്കിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് നാശനഷ്ടങ്ങൾക്ക് കൂടുതൽ സാധ്യത പൊതുവെ കാണുന്നുണ്ട്. ഛത്രവർണ്ണം കൃഷ്ണമായതുകൊണ്ട് തന്നെ ലോകത്തിൽ എല്ലാവിധത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതിനു വേണ്ടതായിരിക്കുന്ന പ്രതിവിധികൾ രാജ്യാധികാരികളും മറ്റും ചെയ്യേണ്ടത് നന്നായിരിക്കും. രാജ്യത്തിൽ അഗ്നിബാധകൾക്കും അത്യുഷ്ണ നിമിത്തമായിട്ടുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളും സൂര്യതാപങ്ങളും വസൂരി മുതലായിട്ടുള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യത പൊതുവെ കാണുന്നുണ്ട്. വാദ്യം ഭേരിയായതുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്ക് യശസ്സും അഭിവൃദ്ധിയും, അഭിമുഖം പടിഞ്ഞാറ് ദിക്കിലേക്കായതുകൊണ്ട് തന്നെ സർവ്വ സൗഭാഗ്യ സമൃദ്ധിയും ഫലമായിട്ട് പറയുന്നുണ്ട്. പൊതുവെ വിഷുഫലത്തിൽ കാണുന്നതായിരിക്കുന്ന ഈ രോഗദുരിതാദി വിഷമതകൾക്കും പ്രയാസങ്ങൾക്കും ബന്ധപ്പെട്ട ഭരണാധികാരികൾ വേണ്ട തരത്തിലുള്ളതായിരിക്കുന്ന മുൻകരുതലുകൾ എടുക്കുന്നതും ഓരോ വ്യക്തികളും ദൈവത്തിനെ ഭജിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായിരിക്കുന്ന ഒരു വർഷം ആശംസിക്കുന്നു.